भजमन नारायण नारायण हरि हरि, भजमन नारायण नारायण हरि हरि। तेरी लीला सबसे न्यारी न्यारी हरि हरि, भजमन। നാരായണ നാരായണ, ഇത്ര ഭയങ്കരമായി കൂർക്കം വലിച്ചുറങ്ങുന്ന ഒരു മനുഷ്യനോ? ആരാണിത്? ഞാൻ 3 ലോകവും ചുറ്റിക്കണ്ടിട്ടുണ്ട്, എന്നാൽ ഇങ്ങനെ ഉറങ്ങുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കുംഭകർണൻ മാത്രമാണ് ഇങ്ങനെ ഉറങ്ങുന്നത് കണ്ടിട്ടുള്ളത്. എന്നാൽ അതിലും വലിയ ഭയങ്കരനായ ഒരാളാണല്ലോ ഇയാൾ. എപ്പോഴാ ജനിച്ചത്? നാരായണ നാരായണ. ചുറ്റും നടക്കുന്നതൊന്നും ഇയാൾ അറിയുന്നില്ലല്ലോ. ഹേ മനുഷ്യ, എന്തൊരു ഉറക്കമാണിത്? എഴുന്നേൽക്കൂ. നാരായണ നാരായണ, എത്ര ഭയങ്കരമായ ശബ്ദങ്ങളാണ് ഇയാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എത്ര വിളിച്ചിട്ടും ഇയാൾ ഉണരുന്നില്ലല്ലോ. ഇയാൾ എന്തിനായി ഇങ്ങനെ ഉറങ്ങുന്നത്? എഴുന്നേൽക്കൂ മനുഷ്യ. നിങ്ങൾക്ക് എന്നെ അറിയാമോ? ഞാൻ നാരദനാണ്. ഇയാളൊന്നും കേൾക്കുന്നില്ല. ഉറക്കം തന്നെ ഉറക്കം. ഇയാൾ ഇപ്പോഴൊന്നും എഴുന്നേൽക്കുന്ന മട്ടില്ല. എന്നാലും ഇങ്ങനെ ഉറങ്ങുന്ന മനുഷ്യരുണ്ടാകുമോ? ഭയങ്കരം തന്നെ. നാരായണ നാരായണ, ഇയാളെ ഉണർത്താനായി മറ്റേതെങ്കിലും ദൈവിക ശക്തി തന്നെ വരേണ്ടി വരും എന്നാണ് തോന്നുന്നത്. എന്തായാലും ആദ്യം സാക്ഷാൽ മഹാവിഷ്ണുവിനെ തന്നെ ശരണം പ്രാപിക്കാം. അദ്ദേഹത്തിന് മാത്രമേ ഇയാളെ ഉണർത്താൻ സാധിക്കുകയുള്ളൂ. നാരായണ നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാനെ വിഷ്ണുദേവ, ഈ ഭക്തന് മുന്നിൽ പ്രത്യക്ഷനായാലും വളരെ വലിയ ശബ്ദ കോലാഹലങ്ങളോടെ ഉറങ്ങുന്ന ഈ ഭയങ്കരനായ മനുഷ്യനെ കണ്ടിട്ട് അങ്ങയുടെ ഈ ഭക്തന് ആകെ ഭയമാകുന്നു. ഇയാളെ ഒന്ന് ഉണർത്താൻ സഹായിച്ചാലും അങ്ങ് വന്നാലും. നാരായണ നാരായണ. പറയൂ നാരദരെ, അങ്ങ് എന്തിനാണ് ഇപ്പോൾ എന്നെ ഓർമ്മിച്ചത്? നാരായണ നാരായണ. പ്രഭോ, നോക്കിയാലും ഈ മനുഷ്യനെ കണ്ടില്ലേ? ഇയാൾ എത്ര ഭയങ്കര ഉറക്കത്തിലാണെന്ന് അങ്ങ് കാണുന്നുണ്ടോ? കുംഭകർണനെ പോലെ എത്ര ഭയങ്കരമായി കൂർക്കം വലിച്ചാണ് ഇയാൾ ഉറങ്ങുന്നത്. ചുറ്റും നടക്കുന്നതൊന്നും ഇയാൾ അറിയുന്നേയില്ല. ആരാണ് ഇയാൾ? ദയവ് ചെയ്ത് അങ്ങ് തന്നെ വന്ന് ഇയാളെ ഉണർത്തിയാലും. നാരദരെ, ഇപ്പോൾ കലിയുഗത്തിലെ അജ്ഞാനനിദ്രയിൽ ഉറങ്ങിക്കിടക്കുന്ന ബുദ്ധിഹീനരായ മനുഷ്യരാണിവർ. മനുഷ്യരുടെ വികാരങ്ങൾ അനിയന്ത്രിതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഇവർ ഈ സൃഷ്ടിയെ പരിപൂർണമായി നശിപ്പിക്കുന്ന കാലം ഒട്ടും അകലെയല്ല. നാരായണ നാരായണ. നാരദരെ, മനുഷ്യർ പുരാണങ്ങളും ശാസ്ത്രങ്ങളും ഗീതയും എല്ലാം ദിവസേന വായിക്കുകയും ഭക്തിയുമെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഇവരുടെ ഉള്ളിലെ കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം എന്നീ ദുർവികാരങ്ങൾ ഇപ്പോഴും ഇല്ലാതായിട്ടില്ല. മാത്രമല്ല, വികാരങ്ങളുടെ പിടിയിൽ അകപ്പെട്ട മനുഷ്യർ ഈ ഭൂമിയെ തീർത്തും നരകമാക്കി മാറ്റിക്കഴിഞ്ഞു. തൻ്റെ ഉള്ളിൽ കിടക്കുന്ന ദുർവികാരങ്ങളാണ് മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നത്. അവർ ചെയ്യുന്ന ഹിംസകൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഇതാണ് അവനെ ദുഃഖിയും രോഗിയുമാക്കി മാറ്റിയത്. പ്രഭു, അപ്പോൾ ഈ മനുഷ്യൻ ഇനി ഒരിക്കലും ഉണരുകയില്ലേ? നാരദരെ,
ഈ കലിയുഗീ മനുഷ്യരെ ഉണർത്തുന്നതിനായി താങ്കൾ ദുർവികാരങ്ങളെ പാടെ ഇല്ലാതാക്കുന്ന ആദിശക്തിയെ ആഹ്വാനം ചെയ്യേണ്ടതുണ്ട്. ശരി പ്രഭോ. നാരായണ നാരായണ. അമ്മേ ദേവി ആദിശക്തി, ഈ ഭക്തന് മുന്നിൽ പ്രത്യക്ഷയായാലും കലിയുഗി മനുഷ്യന്റെ ദുർഗുണങ്ങളും ദുഷ്പ്രവൃത്തികളും കൊണ്ട് നിറഞ്ഞ ഈ ഭൂമി പൂർണ്ണമായും അന്ധകാരത്തിലായിരിക്കുന്നു. മനുഷ്യർ സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് തന്നെ പരവശരായിരിക്കുന്നു. ദേവി പ്രത്യക്ഷയായാലും. നാരായണ നാരായണ. നാരദരെ, അങ്ങ് എന്തിനാണ് എന്നെ സ്മരിച്ചുകൊണ്ടിരുന്നത്? അങ്ങ് എന്താണ് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത്? പറഞ്ഞാലും. ഹേ ആദിശക്തിയായ ദേവി, ഇത് കണ്ടുവോ? മനുഷ്യരിലെ മനുഷ്യത്വം ഈ കലിയുഗത്തിൽ എത്ര ഭയങ്കര കൂർക്കം വലിച്ചാണ് ഉറങ്ങുന്നത്. ദേവി ഇവരെ ഒന്ന് ഉണർത്തിയാലും. നാരായണ നാരായണ. നാരദരെ, ഞാൻ ആദിശക്തിയാണ്, ശിവശക്തിയാണ്. ഞാൻ അവഗുണങ്ങളെ ഇല്ലാതാക്കി മനുഷ്യജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്നു. പക്ഷേ ഇക്കാലത്തെ മനുഷ്യർ ഒരു ഭാഗത്ത് എന്നെ പൂജിക്കുകയും നവരാത്രി കാലത്ത് വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. മറുവശത്ത് സ്വന്തം പെൺമക്കൾക്കും മരുമക്കൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങളെ തടുക്കാൻ അവർക്കാവുന്നില്ല. എന്തെന്നാൽ അവർ സ്വയം ദുർവികാരങ്ങളുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, അവരുടെ ഉള്ളിലെ സദ്ഗുണങ്ങളുടെയും ദിവ്യശക്തികളുടെയും പ്രകാശം പൂർണ്ണമായും അണഞ്ഞുകഴിഞ്ഞു. കലിയുഗീ മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് മുന്നിൽ ലഹരിയിൽ മുങ്ങിയ ഈ മനുഷ്യർ പണത്തിന്റെയും സുഖസൗകര്യങ്ങളുടെയും പിന്നാലെയുള്ള പാച്ചിലിൽ സ്വന്തം ബന്ധുക്കളെ തന്നെ കൊല ചെയ്തുകൊണ്ടിരിക്കുന്നു. നാരായണ നാരായണ. അതായത് മനുഷ്യന്റെ നാശം നിശ്ചിതമാണ് എന്നാണോ ദേവി പറയുന്നത്? ഹേ ആദിശക്തിയായ അമ്മേ, മനുഷ്യനിലെ മനുഷ്യത്വത്തെ ഉണർത്താൻ കഴിവുള്ള ഒരു ശക്തിയും ഈ ബ്രഹ്മാണ്ടത്തിലില്ലേ? ഈ ഭൂമിയിൽ സുഖവും ശാന്തിയും പുനഃസ്ഥാപിക്കുന്നതിനായി എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു തന്നാലും ദേവി. ഉണ്ട് നാരദരെ, ഒരു വഴിയുണ്ട്. അജ്ഞാന നിദ്രയിലകപ്പെട്ട മനുഷ്യരെ ഉണർത്താനായി പരംധാമ നിവാസിയും ആത്മാക്കളുടെയെല്ലാം പിതാവുമായ ശിവപരമാത്മാവിനെ തന്നെ ഈ ഭൂമിയിലേക്ക് ആഹ്വാനം ചെയ്യേണ്ടി വരും. നാരായണ നാരായണ. ദുഃഖത്തെ ഇല്ലാതാക്കി സുഖം നൽകുന്നവനും സർവലോക രക്ഷകനുമായ പരമാത്മാ ശിവനിലൂടെ ഈ ഭൂമിയിലെ മനുഷ്യർക്ക് മുക്തി ലഭിക്കുക തന്നെ ചെയ്യും. പരമാത്മാവ് നൽകുന്ന പതീത പാവനിയായ ജ്ഞാനഗംഗാ സ്നാനത്താൽ ഈ ലോകം പവിത്രമാകട്ടെ. എല്ലാ മനുഷ്യരും സുഖവും ശാന്തിയും അനുഭവിക്കട്ടെ. നാരായണ നാരായണ. നിജാനന്ദസ്വരൂപം ശിവോഹം ശിവോഹം, ജ്ഞാനസ്വരൂപം ശിവോഹം ശിവോഹം, പ്രകാശസ്വരൂപം ശിവോഹം ശിവോഹം. എൻ്റെ മധുരമധുരമായ മക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെ അജ്ഞാനനിദ്രയിൽ നിന്നും ഉണർത്തുവാനും നിങ്ങളുടെ മൂന്നാം കണ്ണ് തുറക്കാനുമായി നിരാകാരനും ജ്യോതിസ്വരൂപനും പരമാത്മാവുമായ ഞാൻ ഈ ഭൂമിയിൽ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ അവതരണം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ദേഹമല്ല, മറിച്ച് ജ്യോതിസ്വരൂപമായ ശുദ്ധാത്മാവാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ തൻ്റെ സത്യാത്മസ്വരൂപത്തെ മറന്ന് ദേഹേന്ദ്രിയങ്ങളുടെയും വികാരങ്ങളുടെയും പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇത് അജ്ഞാനനിദ്രയിൽ നിന്നും എഴുന്നേൽക്കുവാനുള്ള സമയമാണ്. ഉണരൂ. ഇത് ഈ സൃഷ്ടിചക്രത്തിൻ്റെ അന്തിമ സമയമായ സംഗമയുഗമാണ്. നിങ്ങളുടെ ഉള്ളിൽ പ്രേമം, ശാന്തി, ആനന്ദം എന്നിങ്ങനെയുള്ള അനേകം ദിവ്യ ഗുണങ്ങളും ശക്തികളും അടങ്ങിയിട്ടുണ്ട്. ഞാൻ
എല്ലാ ദേവാത്മാക്കളുടെയും ധർമാത്മാക്കളുടെയും മഹാത്മാക്കളുടെയും പിതാവാണ്. ആത്മാക്കളുടെയെല്ലാം പിതാവായ ഞാൻ ഗുണങ്ങളുടെയും ശക്തികളുടെയും സാഗരമാണ്. എന്നിലുള്ള എല്ലാ ശക്തികളും ഗുണങ്ങളും എൻ്റെ സന്താനങ്ങളായ നിങ്ങളിലുമുണ്ട് എന്ന് തിരിച്ചറിയുക. ഞാൻ നിങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുവാൻ എത്തിയിരിക്കുകയാണ്. സരളമായ രീതിയിൽ എന്നെ ഓർമ്മിക്കാനുള്ള മാർഗമാണ് രാജയോഗം. ശാന്തിയാണ് നിങ്ങളുടെ സുധർമ്മം. പവിത്രതയാണ് നിങ്ങളുടെ മുഖമുദ്ര. എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വീണ്ടും സുഖത്തിൻ്റെയും ശാന്തിയുടെയും സമ്പത്ത് നേടുവാൻ സാധിക്കും. എഴുന്നേൽക്കൂ കുട്ടി, എഴുന്നേൽക്കൂ. പരമപിത പരമാത്മാവായ ശിവഭഗവാനെ തിരിച്ചറിഞ്ഞ താങ്കൾ സൗഭാഗ്യശാലിയാണ്. ശേഷിക്കുന്ന ജീവിതം സദ്ഗുണങ്ങളെ സ്വീകരിച്ച് സത്കർമ്മങ്ങൾ ചെയ്യാനായി മാറ്റിവെക്കൂ. താങ്കൾക്ക് നന്മകൾ ഭവിക്കട്ടെ. താങ്കളിലൂടെ ഈ ലോകം പരിവർത്തനപ്പെടട്ടെ. നാരായണ നാരായണ. ഭഗവാനെ, ഇത് അങ്ങാണോ? അങ്ങയുടെ ലീലകൾ അപരമപാരമാണ്. അങ്ങ് സ്വയം വന്ന് എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു. ഞാൻ എത്ര ഭാഗ്യശാലിയാണ്. അങ്ങ് സത്യം, ശിവം, സുന്ദരമാണ്. പരംപിത പരമാത്മാവായ അങ്ങയിൽ നിന്നും സത്യജ്ഞാനം ലഭിച്ച ഞാൻ എത്ര ധന്യനാണ്. എൻ്റെ ജീവിതം വളരെയധികം അധമപ്രവൃത്തികൾ നിറഞ്ഞതും ദുഃഖം, വിഷമതകൾ, അശാന്തി എന്നിവ നിറഞ്ഞതുമായിരുന്നു. ഞാൻ ഇത്രയും കാലം അജ്ഞാനനിദ്രയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പരമാത്മാവായ അങ്ങ് വന്ന് എന്നെ ഉണർത്തി. ഇനി എനിക്കെൻ്റെ ബാക്കിയുള്ള ജീവിതം എൻ്റെ ആത്മസഹോദരങ്ങളുടെ സേവനം ചെയ്യുന്നതിനായി മാറ്റിവെക്കണം. മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെയെല്ലാം ഈ അജ്ഞാനനിദ്രയിൽ നിന്നും ഉണർത്തുകയും വേണം. നാരദരെ, അങ്ങേക്കും വളരെ നന്ദി. നാരായണ നാരായണ. താങ്കൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുവല്ലോ. താങ്കൾക്കും നന്ദി. जागो भाई